മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലിയായി ഖരജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ജപ്പാനിൽ നിന്നുള്ള സാങ്കേതികവിദ്യ. സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ചുള്ള ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം സാങ്കേതികവിദ്യയുടെ പരീക്ഷണവുമായി പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ കടിഞ്ഞുമൂലയിലെ PV ദിവാകരനാണ് രംഗത്തെത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഈ സമ്പ്രദായം വീടുകളിൽ പരിചയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. കാസർഗോഡ് CPCRIയിൽ നിന്ന് ഇക്കാര്യത്തിൽ ലഭിച്ച ബോധവൽക്കരണമാണ് കൈമുതൽ. സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ലായനിയാണ് ഇതിന്റെ അടിസ്ഥാനം. 1 ലിറ്റർ സൂക്ഷ്മാണു ലായനി ക്ലോറിൻ കലരാത്ത 18 ലിറ്റർ ശുദ്ധജലത്തിൽ കലർത്തുന്നു. ഇതിൽ 1 കിലോ ശർക്കരയും ചേർത്ത് 7 ദിവസം വായ്മൂടിയ പാത്രത്തിൽ സൂക്ഷിക്കണം. സാധാരണ താപനിലയിൽ സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത്. ഓരോ 24 മണിക്കൂറിലും മൂടി തുറന്ന് ഇതിൽ രൂപപ്പെടുന്ന വാതകം സ്വതന്ത്രമാക്കണം. ലായനിക്കുമേൽ വെള്ള നിറത്തിലുള്ള പൂപ്പൽ പാളി രൂപപ്പെട്ടാൽ പ്രവർത്തനക്ഷമമായതായി മനസ്സിലാക്കാം. 30 ദിവസം വരെ ഉപയോഗിക്കാനുമാകും. തയ്യാറായ ലായനി 1 ലിറ്ററിൽ 30 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിക്കണം. ജൈവഖര മാലിന്യങ്ങൾ 6 ഇഞ്ച് കനത്തിൽ നിരത്തി അതിനുമേൽ നനയാൻ പാകത്തിൽ ഇത് തളിക്കണം. സൗകര്യമനുസരിച്ച് 6 ഇഞ്ച് കനത്തിൽ ഇതിനുമേൽ എത്ര പാളികൾ വേണമെങ്കിലും നിരത്താം. ഓരോ പാളിയിലും ലായനി തളിക്കണമെന്ന് മാത്രം. തുടർന്ന് മാലിന്യക്കൂമ്പാരം വായു കൂടാതെ മൂടിവെക്കണം. 1 മാസം കഴിഞ്ഞു പാളികൾ ഇളക്കി വീണ്ടും ലായനി തളിക്കണം. പൂർണ്ണമായി സംസ്കരിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയാൽ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാം. കമ്പോസ്റ്റിന് ദുർഗന്ധമുണ്ടാക്കില്ലെന്നും കീടങ്ങളെ അകറ്റുമെന്നതുമാണ് ഇതിന്റെ മേന്മ. 1 ടൺ മാലിന്യം സംസ്കരിക്കാൻ 5 ലിറ്റർ നേർപ്പിച്ച ലായനി മതിയാകും. സസ്യലതാദികൾ എളുപ്പത്തിൽ പുഷ്പിക്കാനും കായ്ക്കാനും ലായനി സഹായകമാകുമെന്ന് ദിവാകരൻ പറഞ്ഞു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക, കാർഷിക മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് കാസർഗോഡ് CPCRIയിൽ സംഘടിപ്പിച്ച കർഷക ശാസ്ത്രജ്ഞന്മാരുടെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് ലഭിച്ച അറിവ് വെച്ച് ആണ് ഞാൻ ഈ EM സാങ്കേതികവിദ്യ ഇവിടെ പ്രയോഗിച്ചത്. EM എന്നുദ്ദേശിക്കുന്നത് എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം, അതായത് ഫലവത്തായ ജീവാണുക്കൾ. ഫലവത്തായ ജീവാണുക്കളുടെ ഒരു ഗാഢലായനിയാണ് EM. ഈ EM ലായനി ഉപയോഗിച്ച് അതിന് നമ്മൾ നേർപ്പിച്ച് 1 ലിറ്റർ EM ലായനിയിൽ 1 കിലോ ശർക്കര ലയിപ്പിച്ച് നന്നായി ഇളക്കി അതിനെ നമ്മൾ 18 ലിറ്റർ വെള്ളത്തിലാണ് ലയിപ്പിക്കുന്നത്. ഈ 18 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ മൂടിയുള്ള ഒരു ബക്കറ്റിനകത്ത് സൂക്ഷിക്കുന്നു. ഓരോ 24 മണിക്കൂറിന് ശേഷം നമ്മൾ അതിൻ്റെ ബക്കറ്റ് തുറന്ന് അതിൻ്റെ ഗ്യാസ് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ അതിന് പുറത്തൊരു വെളുത്ത പൂപ്പൽ പാളി കാണാം. അപ്പോൾ അത് ഏകദേശം നമുക്ക് ഉപയോഗിക്കേണ്ട പാകമായെന്ന് മനസ്സിലാക്കാം. നക്കി നോക്കിയ ഒരു ഇളം മധുരവും പുളിയും അടങ്ങിയ രസവും ഒരു വിനാഗിരിയുടെ സ്മെല്ലും കാണാം. ഈ ഒരു 18 ലിറ്ററിൽ നിന്ന് 1 ലിറ്റർ എടുത്ത് നമ്മൾ 1 ലിറ്ററിനകത്ത് 30 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് ജൈവ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. അതായത് ഒരു 6 ഇഞ്ച് കനത്തിൽ നമ്മൾ ആദ്യം വേസ്റ്റൊക്കെ നിരത്താം. അതിനുശേഷം നമ്മൾ ഈ ലായനി തളിക്കുന്നു. അങ്ങനെ ഓരോരോ 6 ഇഞ്ചിൽ നമ്മൾ നിരത്തിയതിന് ശേഷം ഈ വേസ്റ്റ് തളിച്ച് നമ്മളൊരു നന്നായിട്ട് അതിനകത്ത് നമുക്ക് മൃഗങ്ങളുടെ വേസ്റ്റ് ചേർക്കാം, ചകരിച്ചോറ് ചേർക്കാം. അങ്ങനെ നമ്മളെ പറമ്പിലെ മാലിന്യങ്ങൾ, സ്കൂളിലെ മാലിന്യങ്ങൾ, നഗരമാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് ഒഴികെ എല്ലാ മാലിന്യങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെ നമുക്ക് നല്ല കമ്പോസ്റ്റാക്കി മാറ്റാൻ കഴിയും എന്നാണ്. ഇതിലൂടെ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ മാലിന്യങ്ങളെ നമുക്ക് നല്ല കൃഷിക്ക് അനുയോജ്യമാകുന്ന രീതിയിലുള്ള കമ്പോസ്റ്റാക്കി മാറ്റി നമ്മളെ കൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ കാസർഗോഡ് ജില്ലയിൽ മുന്നിട്ടിറങ്ങി ഇതിന് കോട്ടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുത്ത് ആ കുട്ടികളെ ഉപയോഗിച്ച് കുട്ടികളിലൂടെ എല്ലാ വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി എനിക്കുണ്ട്.